ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ വാവേ സേ ഗുഡ് മോർണിംഗ്. വാവേ സേ ഗുഡ് മോർണിംഗ്. അയ്യോ, എന്തോ കാണിക്കുന്നത്, തിന്നാനുള്ള സാധനമൊന്നുമല്ല. അപ്പൊ എന്താണ് നമ്മ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്? ഇന്ന് ഭയങ്കര മടി പിടിച്ച ദിവസം, മടി പിടിപ്പിച്ച ദിവസം എന്ന് മടി പിടിപ്പിച്ച ദിവസം. ഇത് നിങ്ങൾ തന്നെ പറ. ഞാനും ഭാവയും കിടന്ന് ഉറങ്ങുന്നതിൽ അച്ഛൻ എന്താണ്? അച്ഛനും അപ്പൊ എന്ത് ചെയ്യണം? എനിക്ക് ഉറങ്ങാൻ തോന്നൂലേ? അച്ഛൻ പോകേണ്ട സമയത്ത് എണീറ്റ് പോണം. ഞങ്ങളുടെ കൂടെ കിടന്ന് ഉറങ്ങിയിട്ട് ഇനിയിപ്പൊ ഞങ്ങൾ രണ്ടുപേരും കാണുവാണ് ഞാൻ ജോലിക്ക് പോകാത്തെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? അവർ രണ്ടും ഉറങ്ങുന്ന വന്നപ്പോഴത്തേക്കും എനിക്കും ഉറക്കം വന്നു. നമ്മൾ ചായ ഇടുകയാണ്. ചായ ഇടുകയാണ്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? ചായ മാത്രമേ ഉള്ളൂ. നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഓക്കെ. വാവേ, വാവയ്ക്ക് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ? What do you want? What do you want for breakfast? പറയൂ. ഉറക്കം പറഞ്ഞു ബാബി. അമ്മേ ചുമ്മാ കറങ്ങിക്കൊണ്ടിരിക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ. ആക്ച്വലി ഇന്ന് ഭയങ്കര മടി. എത്ര ഗ്ലാസ് ചായ വെച്ചു? 2 ഗ്ലാസ് ചായ ഉണ്ട്. 2 ഗ്ലാസ് ചായ ഇല്ലല്ലോ. 2 ഗ്ലാസ് ചായ ഉണ്ട്. അല്ലെങ്കിൽ 1 ഗ്ലാസ് ഞാൻ എടുക്കും, ഇല്ല. ബാക്കിയുള്ളത് നിനക്ക് തരും. 1 ഗ്ലാസ് ചായ എനിക്ക്, ബാക്കിയുള്ള ചായ പോലെ. 1 ഗ്ലാസ് എനിക്ക്, ബാക്കിയുള്ള നിനക്ക്. അത് മതി. ഇന്നലെ ചായ കുടിച്ചാല് 1 ഗ്ലാസ് ചായ കുടിച്ചിട്ട് എന്റെ പാതി ഗ്ലാസ് ചായ എനിക്ക് തന്നോളൂ. എന്നിട്ട് അതില് പാതി പൊന്നു കുടിച്ചു. അത് കുടിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ കുടിച്ചിരുന്നേ. അവിടെ വെച്ചിരുന്ന പിന്നെ ബാക്കിയുള്ള അടുത്ത് കുടിക്കും. ചൂടായിട്ടുണ്ടെങ്കിൽ ഞാൻ അവന്റെ ചായ അവനവന്റെ അടുത്ത് കുടിച്ചില്ലെങ്കിൽ വളരെ അടുത്ത് കുടിക്കും. മനസ്സിലായോ? ചായയില് ഞങ്ങൾക്ക് ഒരു കോംപ്രമൈസ് ഇല്ല കേട്ടോ. കാരണം ചായയിൽ അടിവെക്കുന്ന ദമ്പതികൾ, ചായക്ക് വേണ്ടി അടിവെച്ച് ദമ്പതികൾ അടിവെച്ച്, ചായക്ക് വേണ്ടി ദമ്പതികൾ അടിവെച്ച് ഭർത്താവിന്റെ തലയടിച്ച് പൊട്ടിച്ചു. എങ്ങനെയുണ്ട് ന്യൂസിൽ? വാവേ കേട്ടല്ലോ അതൊക്കെ നീ. കോമഡി അല്ലേ? ചായ തിളച്ച് പോകത്തില്ല. നമ്മളിങ്ങനെ തിളച്ച് വരുമ്പോ നമ്മള് ഓഫ് ചെയ്യണം. നോക്ക്, ഈ കപ്പയുള്ള ചായ നോക്ക്. ഇത് 2 ഗ്ലാസ് ഇല്ല, 1 ഗ്ലാസ് ചായ എനിക്ക്, ബാക്കിയുള്ള ചായ പൊന്നു. നമുക്ക് നോക്കാം. അയ്യോ കയ്യിലോ ഓക്കെ ഓക്കെ. നോ പല്ലാത്ത അമ്മച്ചി കടി കഴിക്കും. പല്ലാത്ത നീ കടി കഴിക്കുന്നത് ഭയങ്കര കട്ടിയാണ് മോനൊക്കെ. ഇന്നലെ പോയപ്പോ തന്നെ കണ്ടില്ലേ? ആ ബ്രെഡൊക്കെ കടിച്ചു പൊളിച്ചെടുക്കുവാണ്. എന്റെ ചായ ഈ ചായ കുടിച്ചിട്ട് എന്റെ ചായക്ക് വന്ന് ഇടി വരും. എന്തിനാണ് ഇങ്ങനെ അറിയുന്നത്? ഞാൻ ക്യാരറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ട ട്രിക്കാണ്. നമുക്ക് അല്ലാണ്ട് ഇങ്ങനെ നീളത്തിൽ കഴിയുമ്പോൾ ഭയങ്കര പാടല്ലേ. അപ്പം ഇങ്ങനെ ആദ്യം ഇങ്ങനെ സൈഡ് വൈസ് ആയിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ അരിയണം. ഇങ്ങനെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അരിയുകയും ചെയ്യാൻ പറ്റും. നല്ല കുഞ്ഞായിട്ട് പെട്ടെന്ന് കിട്ടും. കണ്ടോ? കുഞ്ഞു യെസ്. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഞാനിന്ന് ഭയങ്കര സ്ലോ മോഷനാണ്. അപ്പോൾ ഇന്ന് നോക്കിയപ്പം ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണല്ലോ. പഴമില്ല. അങ്ങനെ ജോഷ് എന്തായാലും പഴം മേടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ പഴം മേടിക്കാൻ പോണ സമയത്ത് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. കമാൻ.
കഴിക്കാം. വാവയ്ക്ക് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്? വാവയ്ക്ക് ഉപ്പുമാവാണോ? അവയുടെ ഉപ്പുമാവിൽ ഒരു സ്പെഷ്യൽ ഉണ്ട്, ആപ്പിൾ ഉണ്ട്. ആപ്പിൾ ഇട്ട ഉപ്പുമാവ് കഴിക്കാമല്ലോ. വാവ എങ്ങനെയുണ്ട്? കഴിച്ചോ കഴിച്ചോ കഴിച്ചു നോക്കിയാ വാവ എങ്ങനെയുണ്ട് നോക്കി. എന്നിട്ട് കഴിക്കും. നോക്കിയാണ് ടെസ്റ്ററൊക്കെ നോക്കിയാണ് എങ്ങനെയുണ്ട് കുക്കിംഗ് പെർഫെക്റ്റ് ആണോ നോക്കിയാ. കഴിച്ചോ വാവേ. അടുത്ത് കഴിക്കുവാവേ. ചൂട് മാറി കഴിക്കും. ആ വാവോ കുഴപ്പമില്ലല്ലേ. റൈറ്റും ലെഫ്റ്റും എല്ലാം ഉപയോഗിക്കുന്നു. എങ്ങനെ എടുക്കും, എവിടെ നിന്ന് എടുക്കുന്നു എടുക്ക്. വെരി ഗുഡ്. കഴിച്ചു. ഞം 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 ഞം. പകുതിയൊക്കെ പുറത്തു പോകും, പക്ഷെ കുഴപ്പമില്ല. നല്ല തെളിഞ്ഞോടെ സ്വന്തമായിട്ട് കഴിക്കുന്നുണ്ട്. അതാണ് മാറി കഴിക്കടി വാവേ. അടിച്ചു കയറി വാടി വാവേ. ബാവയുടെ ഉപ്പുമാവ് സെപ്പറേറ്റ് ആണ് ഉണ്ടാക്കിയത്, ഈ ഉപ്പുമാവിന്റെ കൂട്ടത്തിലല്ല. പക്ഷെ ഞാൻ റവ വറുത്തത് ഒരുമിച്ചായിരുന്നു. അപ്പൊ ബാവയുടെ ഉപ്പുമാവിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ആപ്പിൾ ഗ്രേറ്റ് ചെയ്തതുണ്ട്, ആപ്പിളും ക്യാരറ്റും, കുറച്ച് ക്യാരറ്റും. മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഡേറ്റ്സ് ആണ് യൂസ് ചെയ്തത്. ഡേറ്റ്സ് കുറച്ച് നമ്മൾ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് എടുക്കുക, നന്നായിട്ട് അരച്ച്. അപ്പൊ നമുക്ക് കുറച്ച് കുറച്ച് വായി ഇതും കൂടെ കേട്ടിട്ട് വെരി ഗുഡ്. One, two, three. Finish. Done. Finish. ഭയങ്കര സന്തോഷത്തിലാണല്ലോ വാവക്കൂട്. എന്താന്നറിയോ, വാഷ് ബേസിനിൽ കൊണ്ടുവച്ചാണ് കഴുകിയത്. അപ്പൊ വെള്ളം തുറന്നപ്പോ ഭയങ്കര ഇഷ്ടമായി ടാപ്പില് വെള്ളം വീഴുന്നത്. ഡ്രസ്സൊക്കെ മാറ്റി. ബാബയുടെ ഫേവറേറ്റ് സാധനം വിറ്റമിൻ ഡി. വിറ്റമിൻ ഡിയുടെ ആളാണ് വാവക്കൂട്. വിറ്റമിൻ ഡി കൊടുക്കാൻ മാത്രം വാവ ഒളിച്ചിരുന്നു തരും. വിറ്റമിൻ ഡി ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കാം നമുക്ക് വിറ്റമിൻ ഡി. വാവ വാതർക്കൂ. കൊതിച്ചു വാവ വിറ്റമിൻ ഡി കഴിക്കാൻ കൊതിച്ച്. എങ്ങനെയുണ്ട് വാവേ? ഇനി തരണോ? ഇല്ല. ഇതാണോ നടക്കോ? പച്ചമീനാണോ കഴിക്കാൻ? ഞാൻ ബാബയോട് കിടന്ന് ഉറങ്ങിപ്പോയി. എന്താണ് സ്പെഷ്യൽ? മീനുണ്ട്, പിന്നെ തോരൻ എന്തോ വേണം. അപ്പയാണെങ്കിൽ പിന്നെ തോരൻ്റെ ആവശ്യമില്ല. വാവേ നടക്കോ? 2 മണിയാവുമ്പോ 5 മണിക്കല്ല 5 കഴിക്കേണ്ടത്. ഞാൻ ജിമ്മിൽ പോയ സമയം കൊണ്ട് അമ്മയും മോളും കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അതാണ് ഇത്രയും ലേറ്റ് ആയത്. മനസ്സിലായോ? അങ്ങനല്ല, ഒന്നും
വിശക്കുന്നല്ലോ വിശക്കുന്നല്ലോ ഭക്ഷണം തായോ ഭക്ഷണം തായോ പറ പറ എന്താണ് ചോറും ക്യാരറ്റും പംകിനും പിന്നെന്തുണ്ട് ഉരുളക്കിഴങ്ങ് ഇത്രയുള്ള കഴിച്ചോ കഴിച്ചോ അവയൊക്കെ പറക്കളല്ലേ അങ്ങനെ ഗായ്സ് ലാസ്റ്റ് നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫ്രൈ ഉണ്ട്, ഒഴിച്ചു കറി ഉണ്ട്, ക്യാരറ്റ് വിഴുക്കുന്നുണ്ട്, കുടിച്ചുകൂടി അമ്മോ ഫിഷ് കറി ഉണ്ട്, കപ്പ. ഒരു ഫ്രൈ ഉള്ളു. അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ ഫൈനലി എല്ലാം റെഡി ആയിരിക്കുകയാണ്. ചോറുണ്ട്, കുറച്ച് കൊടുക്കണം, നാലാള് കഴിക്കും, നാലാള് കഴിക്കും. കൊതിച്ച് ആവോലിയാണ് കേട്ടോ, ഫിഷ് ബ്ലാക്ക് ആവോലിയാണ്. ഇത്ര ഉള്ളൂ, ഇത് പോരെ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ചോറല്ലല്ലോ, കറിയല്ലേ ചോദിക്കണ്ടേ? കറി രക്ഷയില്ല. ആരോ ഞങ്ങളടുത്ത് ചോദിച്ചു ചോറും കറിയൊന്നും വെക്കാറില്ല, എന്തുകൊണ്ട് വെക്കാത്തത്? ഇങ്ങനെ ഇരുന്ന് തിന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? രണ്ടാമത്തെ ട്രിപ്പാണ് ചോദിക്കുന്നത്. പക്ഷെ ഞാനത് എന്ത് ചെയ്യുന്ന അറിയാം, ബാലൻസ് ഈ മീൽ ഞാൻ നൈറ്റ് ബാലൻസ് ചെയ്യും. കൊറേ കഴിക്കും അല്ലേ വാനേ? എന്റെ വയറ് ഫുള്ളായി, എനിക്ക് കഴിക്കാൻ വയ്യ. സെക്കൻഡ് ട്രിപ്പ് ചോറാണ്. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളതെന്നറിയോ? ചോറാണ്. ചോറ് അങ്ങനെയല്ല, വീട്ടിലെ ഫുഡ്. എനിക്ക് എന്തുകൊണ്ടോ എൻ്റെ പ്രഗ്നൻസിയിൽ ഞാൻ ഭയങ്കര ഹെൽത്തി ആയിരുന്നു അല്ലേ മോനും? എന്ന് വെച്ചാൽ എനിക്ക് ജങ്ക് ഫുഡൊന്നും അങ്ങനെ ഇഷ്ടമില്ലായിരുന്നു, ജങ്ക് ഫുഡൊന്നും അങ്ങനെ കഴിക്കത്തില്ലായിരുന്നു. മധുരം ഞാൻ ഒട്ടും കഴിക്കത്തില്ലായിരുന്നു, എനിക്ക് മധുരമേ ഇഷ്ടമില്ലായിരുന്നു. പിന്നെ വീട്ടിലെ ഫുഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ഞാൻ ചീരയൊക്കെ കുറേ കഴിച്ചല്ലേ, മിക്ക ദിവസവും ഇവിടെ ചീരയായിരുന്നു. എനിക്ക് എന്തുകൊണ്ടോ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ചീരയൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ എൻ്റെ പ്രഗ്നൻസി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഗൈസ്. എമർജൻസി സി സെക്ഷൻ ആയിരുന്നു എനിക്ക്. ഒന്നും എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? ഞങ്ങൾ ചോറ് കഴിച്ചു കഴിഞ്ഞ് ഫുള്ളായിപ്പോയി. ഫുള്ളെന്ന് പറഞ്ഞാൽ വയറ് ഭയങ്കര ഫുള്ളായിപ്പോയി. അങ്ങനെ ഞങ്ങൾ നല്ല ഉറക്കമായിരുന്നു അല്ലേ വാവേ? ഞങ്ങൾ മൂന്നുപേരും നല്ല ഉറക്കമായിരുന്നു. ഇപ്പൊ എണീറ്റു, ഞങ്ങൾ ശൂന്യരിയായി. എവിടെ പോവാണ്? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാണ് വാവേ. ഞങ്ങൾ പോയിട്ട് വരട്ടെ അച്ഛാ. അപ്പൊ അച്ഛ എവിടെ പോണം? ഞങ്ങൾ പോയിട്ട് വരട്ടോ. അച്ഛനും എവിടെയെങ്കിലും കളിക്കാൻ പോച്ചാ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.